റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ജന്നത്തി മിഅത്തും വഇശ്റൂന സഫ വഅൻതും സമാനൂൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ 120 സഫുകളുണ്ടാവും. അതിൽ നിങ്ങൾ തന്നെ 80 സഫുണ്ടാവും. നിങ്ങളെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് 80 സഫുണ്ടാവും. ബാക്കി മൊത്തം പ്രവാചകന്മാരുടെ ഉമ്മത്തികൾ കൂടി 40 സഫാണ് ഉണ്ടാകുക. അപ്പം നമ്മളാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് വിശ്വാസം പറഞ്ഞത്, നിങ്ങൾ ഉമ്മത്ത് മർഹൂമ, അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം ലഭിച്ച ഉമ്മത്താണ് നിങ്ങൾ. എൻ്റെ ഉമ്മത്താകാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാരുണ്യമാണ്. നിങ്ങളാണ് കൂടുതൽ സ്വർഗത്തിൽ കിടക്കുക. സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ തന്നെ 2 വിഭാഗമുണ്ട്. ഒന്ന് ഹിസാബില്ലാതെ കിടക്കുന്ന ആളുകൾ, അവർക്ക് വിചാരണ ഉണ്ടാവില്ല. ഹിസാബ് യസീറ എന്ന് പറയുക, ചെറിയ വിചാരണ. അത് പറഞ്ഞപ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബി എന്താണ് ഈ ചെറിയ വിചാരണ എന്ന് പറഞ്ഞാൽ? പിന്നെ വിശ്വാസം പറഞ്ഞു, അള്ളാഹു അവൻ്റെ അടിമയെ അവൻ്റെ അടുക്കിലേക്ക് വിളിക്കും, എന്നിട്ടൊരു മറയിടും, ആരും കാണാതെ അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഒരു മറയിടും. എന്നിട്ട് അടിമയോട് അള്ളാഹു ചോദിക്കും, നീ ഇന്ന തെറ്റ് ചെയ്തില്ലേ, ഇന്നത് ചെയ്തില്ലേ എന്ന്. നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ച് പഠിച്ചോ നമ്മൾ ഓർമ്മിപ്പിക്കും. എന്നിട്ട് അവസാനം അള്ളാഹു പറയും, നമ്മളെല്ലാം സമ്മതിക്കും. അപ്പോൾ അള്ളാഹു പറയും, ഞാനിത് ദുനിയാവിൽ വെച്ച് ഞാൻ മറച്ചു വെച്ചു, ആരും അറിയിച്ചില്ല, ഇന്ന് ഞാൻ നിനക്കിത് പുറത്തു തരികയാണ്, നീ പോയി സ്വർഗത്തിൽ കിടന്നോളാം പറഞ്ഞു. ഇതാണ് ഹിസാബ് യസീറ എന്ന് പറയുന്നത്. ഇങ്ങനെ സ്വർഗത്തിൽ കിടക്കുന്ന 70,000 പേരുണ്ടെന്നൊരു ഹദീസിലുണ്ട്. മറ്റൊരു ഹദീസിലുണ്ട് 70,000 പേര് 70,000 പ്രാവശ്യം കിടക്കുമെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ 70,000 × 70,000 490 കോടിയാണ്. അപ്പം 490 കോടി ആളുകൾ വിചാരണയില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് കിടക്കും. നമ്മൾ ആരും പേടിക്കേണ്ട, നിരാശപ്പെടേണ്ട. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഇന്ന് തന്നെ 200 കോടി മുസ്ലിമുകളുണ്ട്. 490 കോടി ആളുകൾക്ക് വിചാരണ പോലും ഇല്ല. അവരിങ്ങനെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് വിടുകയാണ്. നിരാശപ്പെടാനില്ല. അണുമണിത്തൂക്കം മിസ്കാലു ദർറത്തെങ്കിലും ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെടുത്തും. വിചാരണ കഴിഞ്ഞ് നരകത്തിൽ കിടക്കുന്ന ആളുകൾ. വിചാരണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ അള്ളാഹു വിചാരണ ചെയ്താൽ ശിക്ഷ ഉറപ്പാണ്. വിചാരണ ചെയ്ത ഒരാളെയും വെറുതെ വിടൂല. വിചാരണ എന്ന് പറഞ്ഞാൽ അവനെ അള്ളാഹു വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കും, നീ എന്തുകൊണ്ട് ഇന്നെ തെറ്റ് ചെയ്തു? അങ്ങനെ അള്ളാഹു ചോദിച്ച ശിക്ഷ ഉറപ്പാണ്. അവരെ അള്ളാഹു നരകത്തിലേക്ക് വിടും. അവരെയും അള്ളാഹു തആല അണുമണിത്തുക്കം ഈമാൻ ഉണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് അവസാനം രക്ഷപ്പെടുത്തും. അവസാനമായി നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് വരുന്ന ഒരാളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അയാളുടെ ശരീരം കരിക്കട്ട പോലെ ഇരിക്കും ശിക്ഷ അനുഭവിച്ചിട്ട്. ആ കരിക്കട്ടയെ അള്ളാഹു തആല സ്വർഗത്തിന്റെ കവാടത്തിൽ 2 നദികളുണ്ട്. ഒരു നദിയിൽ അള്ളാഹു മുക്കി കുളിപ്പിക്കും മലക്കുകൾ. അപ്പോൾ അവന്റെ ശരീരം നല്ല രൂപത്തിലായി വരും. മറ്റൊരു നദിയിൽ അവനെ മുക്കുമ്പോൾ അവന്റെ മനസ്സ് ശുദ്ധമായി വരും. എന്നിട്ട് അള്ളാഹു തആല അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇങ്ങനെ വിചാരണയ്ക്ക് ശേഷമാണെങ്കിലും ഒരല്പമെങ്കിലും ഈമാൻ മനസ്സിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. സുസ്വാസം പറയുന്നുണ്ട്, 7 പ്രാവശ്യം ഒരാള് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, പടച്ചോൻ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേന്ന് ഒരാൾ 7 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നരകം തന്നെ പറയും, പടച്ചോൻ അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അവനെ നീ എന്നെ രക്ഷപ്പെടുത്തിയത് ഫഇന്നഹു യഖാഫുനി, എന്നെ അവന് പേടിയാണെന്ന് നരകം തന്നെ പറയുന്നു. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ? അതുകൊണ്ട് നിരാശപ്പെടാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവർക്ക് അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.